ഇറക്കുമതി തീരുവയെ ചൊല്ലി ഇന്ത്യ അമേരിക്ക ബന്ധം ഉലയുകയാണ്. രാജ്യ താൽപര്യം സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഈ മാസം 25-ന് ഇന്ത്യയിലെത്തും. ആദിൽ പാലോട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. സ്വതന്ത്ര വിദേശ നയത്തിൽ നിന്ന് പിന്നോട്ടില്ല, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ മാറ്റമില്ല എന്നൊക്കെ തന്നെ കടുത്ത നിലപാടുകൾ ഇന്ത്യ എടുക്കുകയാണ്. ആദിൽ പാലോട് ചേരുന്നു. അതിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചൊല്ലി തുടങ്ങി താരിഫ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പക്ഷേ ഇത്ര ഒരു കടുത്ത നടപടി പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ത്യ. എങ്കിലും കനത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകുന്നു. ഒരുപക്ഷെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കാനിരിക്കെ അതിന് വലിയ ഉലച്ചിലുണ്ടാക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിയല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ വിലയിരുത്തുന്നതനുസരിച്ച് ചൈന സ്വാഭാവികമായും റഷ്യയിൽ നിന്ന് ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുകയും എണ്ണയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സമാനമായി തന്നെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുള്ള എണ്ണ വാങ്ങുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. പക്ഷേ അവരോടൊന്നും കാണിക്കാത്ത സമീപനം ഇന്ത്യയോട് മാത്രമായി എന്ത് എന്ന ചോദ്യമുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായി തന്നെ ഒരു പ്രതികരണം ഇന്നുണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ തന്നെ ഇത് അന്യായമാണ്, നീതീകരിക്കാനാകാത്തതാണ് എന്ന കാര്യം ഇന്ത്യ അറിയിക്കുകയും ചെയ്യുന്നു. വിദേശകാര്യ മന്ത്രാലയം പ്രതികരണമായി നൽകിയിരുന്നു. കൂടിയാലോചനകൾ നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിദേശകാര്യ മന്ത്രാലയവുമായൊക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. ഈ താരിഫ് വർധന ഓർഡറിൽ ട്രംപ് ഒപ്പിട്ടതിന് പിന്നാലെ ഏതായാലും തുടർ ചർച്ചകൾ ഇന്നും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണവും ഇന്നുണ്ടാകും. എങ്ങനെയാകും ഇതിനോട് ഇന്ത്യ തിരിച്ചടിക്കുക, മറുപടി നൽകുക എന്നത് വളരെ പ്രധാനമാണ് വിനീത. ഇതിലിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതുപോലെ തന്നെ സ്വതന്ത്ര നിലപാടുകൾ, സ്വതന്ത്ര വിദേശ നയം, അതിലൊന്നും മാറ്റമില്ല എന്ന് ഇന്ത്യ കൂടി പറയുമ്പോൾ ട്രംപിന് അമേരിക്കയ്ക്ക് അതൊരു വലിയ പ്രതിരോധമാവുകയാണല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയ നീക്കത്തിന് സാധ്യതയുണ്ട്. കാരണം കാനഡയ്ക്ക്, മെക്സിക്കോയ്ക്കൊക്കെ ചുമത്തിയ തീരുവകൾ അടുത്ത ഘട്ടത്തിൽ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ പിൻവലിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ട്രംപിന്റെ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിട്ടതിന് പിന്നാലെ ട്രംപ് നടത്തിയൊരു പ്രതികരണം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചാൽ വേണമെങ്കിൽ തീരുവ കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കാം എന്നുള്ളതാണ് ട്രംപിന്റെ പ്രതികരണം. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോകുമെന്ന് കരുതുകവേ. പക്ഷേ ചർച്ചകൾ ഉണ്ടാകും. ഓഗസ്റ്റ് 25-ന് അമേരിക്കയുടെ പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. വ്യവസായ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ ഇക്കാര്യം തന്നെയാണ് അറിയിക്കുന്നത്. പലതരത്തിലുള്ള ചർച്ചകൾ നേരത്തെയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ച് ഈ തീരുവ കുറയ്ക്കാൻ ഇന്ത്യ ആലോചിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും ചർച്ചകൾ നടക്കും, അനുനയ നീക്കങ്ങൾ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ തന്നെ ഈ വിഷയം റഷ്യയുമായും ചൈനയുമായും ഇന്ത്യ ചർച്ച ചെയ്യുമെന്ന വിവരം വരുന്നുണ്ട്. റഷ്യയിലുള്ള അജിത് ഡോവൽ ഇന്ന് റഷ്യയിലെ ഭരണാധികാരികളുമായി വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇന്ന് നടത്തുമെന്ന വിവരമുണ്ട്. എസ് ജയശങ്കർ ഈ മാസം അവസാനം റഷ്യയിലേക്ക് പോകുന്നു. പ്രധാനമന്ത്രിയാകട്ടെ ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യത്തിലുമായി 2 ദിവസത്തെ സന്ദർശനം ചൈനയിലേക്ക് പോകാനുള്ള തീരുമാനമുണ്ട്. ഏതായാലും ചൈനയും റഷ്യയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് മറ്റു ബദൽ സംവിധാനങ്ങൾ തേടുന്ന കാര്യവും ഇന്ത്യ പരിഗണിക്കുന്നു. ശശി തരൂർ ഇന്നലെ പറഞ്ഞത്, പല വിദേശകാര്യ വിദഗ്ധരും പറയുന്നത് ഇക്കാര്യത്തിൽ മറ്റ് വിപണികൾ ഇന്ത്യ കണ്ടെത്തണമെന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് വിനീത. ശരി, അതിൽ പാലോട് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് വീണ്ടും എത്താം. ഏതായാലും ശക്തമായ നിലപാട് തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിക്കുക. കരാർ ചർച്ചകൾ നടക്കാനിരിക്കെ ഇത്തരത്തിൽ അമേരിക്ക താരിഫ് കൂട്ടിയത് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് കരുതുന്നത്.